ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10th മെയിൻസിലെ കെമിസ്ട്രിയുടെ സിലബസിലുള്ളതാണ് പീരിയോഡിക് ടേബിൾ എന്നുള്ളത്. അപ്പോൾ ആ പീരിയോഡിക് ടേബിളിലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് തന്നിരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ മൂന്നാം പീരീഡിൽ ഉൾപ്പെടുന്ന 3 മൂലകങ്ങളാണ് ഏതൊക്കെ? എ, ബി, സി. അവയുടെ പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. സി എന്ന മൂലകം 18ാം ഗ്രൂപ്പിലാണ്. ഇത്രയും തന്നിട്ടുണ്ട്. സി എന്ന മൂലകം 18ാം ഗ്രൂപ്പിലാണ്. ബി എന്ന മൂലകം എയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ എന്താണ്? ബി എന്ന മൂലകം ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും? എയുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അപ്പൊ എയുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ആരാണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്? ബി ആണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് കണ്ടീഷൻസ്. ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയായ പ്രസ്താവന. ഇതിൽ 3 പ്രസ്താവന തന്നിട്ടുണ്ട്. എ എന്നുള്ളത് സി ഉൾപ്പെടുന്ന മൂലക കുടുംബമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ബി, ഇവയിൽ ലോഹമൂലകം ബി ആണ്. പിന്നെ എന്താണ്? സി, ബി, എ, സി എന്നീ ക്രമത്തിലാണ് ഇവ പീരിയോഡിക് ടേബിളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓപ്ഷനിലേക്ക് പോകാതെ ആ ഓരോ സ്റ്റേറ്റ്മെന്റും വിശദമായിട്ട് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യത്തെ നോക്കുക. സി ഉൾപ്പെടുന്ന മൂലക കുടുംബമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. കറക്റ്റ് ആണോ? ആണ് അല്ലെ? കാരണം എന്താണ്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 18ാം ഗ്രൂപ്പ് മൂലകമാണ് ഏതെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. അപ്പൊ 18ാം ഗ്രൂപ്പ് മൂലകം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഉത്കൃഷ്ടവാതകങ്ങളാണ്. അപ്പൊ എന്താണ്? ഇത് കറക്റ്റ് ആണ് അല്ലെ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കുക. ഇവയിൽ ലോഹമൂലകം ബി ആണ്. ലോഹമൂലകം ബി ആണോ? കാരണം എന്താണ്? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ബിയും എയും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആരാണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്? ബി ആണ് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത് അല്ലെ? ബി ഇലക്ട്രോണെ വിട്ടുകൊടുക്കണമെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പഠിച്ചിട്ടുള്ളതാണ്, ഒരു 2 ആറ്റങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ലോഹ ആറ്റമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത് അല്ലെ? അലോഹമായിരിക്കും എന്ത് പറയുന്നത്? ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷനും കറക്റ്റ് ആണ്. ഇവയിൽ ലോഹമൂലകം ബി ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബി, എ, സി എന്നീ ക്രമത്തിലാണ് ഇവ പീരിയോഡിക് ടേബിളിൽ സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ്? ബി, എ, സി എന്നീ ക്രമത്തിലാണ്. ആണോ? എങ്ങനെയാണ് നമ്മൾ ക്രമം കണ്ടുപിടിക്കുക? നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട്, ഈ സൈഡിലായിട്ട് ഏതായിരിക്കും? ലോഹങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബി എന്നുള്ളത് ലോഹമാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഏറ്റവും അറ്റത്ത്, അതായത് എന്താണ്? അപ്പുറത്തെ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഏതായിരിക്കും? ഉത്കൃഷ്ടവാതകങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ ഉത്കൃഷ്ടവാതകത്തിൽ ഉൾപ്പെട്ട മൂലകം എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. അപ്പൊ ഇതിന്റെ നടുക്കായിരിക്കും എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് അല്ലെ? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഹത്തിനും അതുപോലെ തന്നെ ഉത്കൃഷ്ടവാതകത്തിനും ഇടയ്ക്കുള്ള മൂലകമായിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ബി, എ, സി എന്നീ ക്രമത്തിലാണ് ഇവ പീരിയോഡിക് ടേബിളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇവയും കറക്റ്റ് ആണ്. അപ്പൊ ഇനി നമ്മൾ ഓപ്ഷൻ നോക്കുക. ഇതിലെ ഓപ്ഷൻ ഏതാണ്? നമ്മൾ കണ്ട 3ഉം കറക്റ്റ് ആണ്. എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്, സിയും കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാം ശരിയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏത് രീതിയിൽ വന്നിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് വേണം പഠിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക. ആധുനിക ആവർത്തന പട്ടികയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് എ, മെൻഡലീഫ് ആവിഷ്കരിച്ച മാർഗത്തിൽ വർഗീകരിക്കുന്നു. ബി, മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചു. സി, ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞന്റെ ആണ് ആവിഷ്കരിക്കുന്നത്. ഡി, മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ചു. ഇനി നോക്കുക, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്, ഇതില് എന്താണ്? ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രസ്താവന നോക്കാം. എന്തിനെ കുറിച്ചുള്ളതാണ്? ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ എന്താണ്? മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയും അല്ലെ? മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ, മെൻഡലീഫ് ആവിഷ്കരിച്ച മാർഗത്തിൽ വർഗീകരിക്കുന്നു. ആധുനിക
ആവർത്തന പട്ടിക ആരാവിഷ്കരിച്ച മാർഗത്തിലാണ് വർഗീകരിക്കുന്നത്? മെൻഡലീഫ് ആണോ? അല്ല. ആരാണ്? മോസ്ലി ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. എ എന്നുള്ളത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ, മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വിന്യസിക്കുന്നത്. നമുക്കറിയാം ആധുനിക ആവർത്തന പട്ടിക എന്ത് തന്നെയാണ്? മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വിന്യസിക്കുന്നത്. അപ്പം രണ്ടാമത്തേത് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കുക. ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ആവിഷ്കരിച്ചത്. അതും ശരിയാണ് അല്ലെ? നമുക്കറിയാം മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് പറയുന്നത് ഏത് ശാസ്ത്രജ്ഞനാണ്? ഹെൻറി മോസ്ലി ആണ്. അപ്പൊ മൂന്നാമത്തതും കറക്റ്റ് ആണ്. ഇനി ഡി, മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചു. മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിച്ചത് ആധുനിക പീരിയോഡിക് ടേബിളിലാണോ? അല്ല അല്ലെ? ആദ്യം മെൻഡലീഫ് കണ്ടുപിടിച്ച പീരിയോഡിക് ടേബിളിലാണ് മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ വിന്യസിക്കുന്നത്. അപ്പം ആധുനിക പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ച് ഇത് തെറ്റാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എയും ഡിയും തെറ്റാണ് അല്ലെ? എയും ഡിയും തെറ്റാണ്, ബിയും സിയും ആയിട്ടാണ് ശരിയായിട്ടുള്ളത് എന്ന്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇവിടെ നോക്കുക, ഏതാണ് നമ്മുടെ ഇതനുസരിച്ച് ബിയും സിയും ശരിയാണ്. അത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബിയും സിയും ശരിയാണെന്നുള്ളത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിനു മുമ്പായിട്ട് +2 ലെവൽ യൂണിഫോം തസ്തികകളുടെ പരീക്ഷകൾക്കായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബാച്ചാണ് ദൗത്യം എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ഡെപ്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ പോർഷനും പഠിക്കണം എന്ന് മനസ്സിലായി. അപ്പം അത് ആഴത്തിൽ പഠിക്കും. ആഴത്തിൽ മാത്രമല്ല, നമുക്ക് വേഗത്തിലും പഠിക്കണം അല്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആഴത്തിൽ വേഗത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞങ്ങളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്, അതായത് സിലബസ് വൈസുള്ള സ്പെഷ്യൽ ടോപ്പിക്, സ്പെഷ്യൽ മെന്റർഷിപ്പ് ഒക്കെ ഞങ്ങളുടെ ബാച്ചിന്റെ പ്രത്യേകതയാണ്. അപ്പം ഞങ്ങളോട് കൂടി ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ വേഗം തന്നെ ബന്ധപ്പെടുക. അതുപോലെ തന്നെ 10th മെയിൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാച്ചാണ് പടയോട്ടം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ഒക്കെ തുടങ്ങിയവ 10th മെയിൻസിന്റെ ബാച്ചാണ്. ഇവയിലൊക്കെ എന്ത് തന്നെയാണ്? സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇൻക്ലൂഡഡ് ആണ് അല്ലെ? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ പോർഷനിൽ നിന്നുള്ള എല്ലാ മാർക്കും കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ വെച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ബാച്ചാണ് പടയോട്ടം എന്നുള്ളത്. അപ്പൊ 10th മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉടൻ തന്നെ ഇതിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെയും എന്ത് തന്നെയുണ്ട്? സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ടാണ്, അനലൈസ് ചെയ്തിട്ടാണ് ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളോട് കൂടി ചേർന്ന് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവര് ഉടൻ തന്നെ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് അടുത്ത നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് ടേബിളിലെ 2ാം പീരീഡിലെ ചില മൂലകങ്ങളുടെ ന്യൂക്ലിയർ ചാർജ് ആണ് തന്നിരിക്കുന്നത്. നോക്കുക, ഏതൊക്കെയാണ്? ബോറോൺ ആണ്. ബോറോണിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് 5+ ആണ്. അടുത്തത് കാർബൺ ആണ്. കാർബണിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് 6+ ആണ്. നൈട്രജൻ 7+, ഓക്സിജൻ 8+, ഫ്ലൂറിൻ 9+ ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഈ ഫ്ലൂറിനൊക്കെ വരുമ്പം എന്തുകൊണ്ടാണ് പ്ലസ് എഴുതിയേക്കുന്നതെന്ന്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ന്യൂക്ലിയർ ചാർജ് എന്നാണ് തന്നിരിക്കുന്നത്. ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? ന്യൂക്ലിയസിന്റെ ചാർജ് ആയിരിക്കും അല്ലെ? ന്യൂക്ലിയസിന്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് തന്നിരിക്കുന്നത്? ഇത് പോസിറ്റീവ് ചിഹ്നം തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാം പീരീഡിലെ ചില മൂലകങ്ങളുടെ ന്യൂക്ലിയർ ചാർജ് ആണ് തന്നിരിക്കുന്നത്. നോക്കുക, ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ ആറ്റം ബി ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ആറ്റം എഫ് ആണ്. അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ നാട്ടോ. ഏറ്റവും കൂടിയ ആറ്റം ബി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം എൻ ആണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്ലൈഡ് ഒന്നുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലെന്താണ്? ഏറ്റവും വലിയ ആറ്റം ഏതായിരിക്കും? ബി ആണോ? ഏറ്റവും വലിയ ആറ്റം ബി ആണോ?
എന്നതാണ് ഫസ്റ്റത്തത്. ആണ് അല്ലേ? കാരണം എന്താണ്? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ എന്താണ്, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നത്? കുറയുവാണ് ചെയ്യുന്നത് അല്ലെ? ആറ്റത്തിന്റെ വലിപ്പം കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇടത്ത് സൈഡിലെ ആറ്റമായിരിക്കും ഏറ്റവും വലിയ ആറ്റം എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും ഇടത്ത് സൈഡിലെ ആറ്റം ബി ആയിട്ടുള്ള ബോറോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഏറ്റവും ചെറിയ ആറ്റം എഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ആറ്റം ഇടതുവശത്താണെങ്കിൽ ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് വലതുവശത്തായിരിക്കും അല്ലേ? അത് ഏതാണ്? ഇവിടെ ഫ്ലൂറിൻ ആണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്, സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ ആറ്റം ബി ആണെന്നാണ് ഓപ്ഷൻ. അയോണീകരണ ഊർജം ഏറ്റവും കൂടിയ ആറ്റം ഏതാണ്? ബി ആണ്. ബി ആണോ? ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, ലെഫ്റ്റ് സൈഡിലാണ് ബി എന്നുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫ്ലൂറിൻ അല്ലെങ്കിൽ എഫ് എന്നുള്ളത്. ഇതിൽ ഏതിനെങ്കിലും ഒന്നിനായിരിക്കും അയോണീകരണ ഊർജം കൂടുതൽ. ഇവിടെ ഏതിനായിരിക്കും അയോണീകരണ ഊർജം കൂടുതൽ എന്ന് പറയുന്നത്? ബിക്കാന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താണ്? ഫ്ലൂറിനാണ് അയോണീകരണ ഊർജം കൂടുതൽ. ഇനി എന്താണ് അയോണീകരണ ഊർജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയോണീകരണ ഊർജം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കുറഞ്ഞ അയോണീകരണ ഊർജം മതിയായവയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? വേഗം വിട്ടുകൊടുക്കുന്നത്. കൂടുതൽ അയോണീകരണ ഊർജം വേണ്ടവയാണ് വിട്ടുകൊടുക്കാൻ മടിച്ചിട്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ഈ സൈഡിൽ നിന്നായിരിക്കും അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ ബോറോൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അയോണീകരണ ഊർജം കുറവുള്ളത്. പക്ഷെ എന്തായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും അയോണീകരണ ഊർജം കൂടുതലുള്ളത്. കാരണം എന്താണ്, നമുക്ക് ഇത് ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പം തന്നെ നമുക്കറിയാം ഫ്ലൂറിൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഫ്ലൂറിന്റെ ആറ്റോമിക നമ്പർ 9 ആണ്. അപ്പം ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് 2, 7 ആണ് അല്ലേ? അപ്പൊ ഫ്ലൂറിൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അയോണീകരണ ഊർജം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവയ്ക്ക് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്. അപ്പൊ എന്താണ്, ഈ ഒരു പ്രസ്താവന തെറ്റാണ്. എന്താണ്, അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ബിക്കല്ല എഫിനാണ്. ഇനി അടുത്തത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം N ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം എന്താണ്? N ആണെന്നാണ് പറഞ്ഞിരിക്കുക. നോക്കുക, ഇവിടെ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റം ഏതാണ്? ഫ്ലൂറിൻ ആണ്. അപ്പൊ എന്താണ്, അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞിരിക്കുന്നത്? സിയും ഡിയും തെറ്റാണ്. സിയും ഡിയും തെറ്റാണെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിയും ഡിയും തെറ്റാണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ എന്താണ്, ആറ്റത്തിന്റെ ആറ്റോമിക നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഓക്സിജന്റെ 8 ആണ് കേട്ടോ, 18 അല്ല. അതുപോലെ സോഡിയം 11, ലിഥിയം 3, സൾഫറിന്റെ നേരെ തിരിഞ്ഞാണ് എഴുതിയേക്കുന്നത്. സൾഫർ 16, 32 നോക്കുക, ഇവയിൽ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്ന മൂലക ജോഡിയെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു ആറ്റോമിക നമ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവയെ എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഓക്സിജന്റെ എഴുതുവാണ്. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇലക്ട്രോൺ വിന്യാസം 2, 6 എന്ന് എഴുതാം. ഇനി അടുത്തത് ഏതാണ്? സോഡിയം ആണ് അല്ലെ? സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്ന് എഴുതാം. ഇനി അടുത്തത് ലിഥിയം ആണ്. ലിഥിയത്തിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? ആറ്റോമിക നമ്പർ 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2, 1 എന്ന് എഴുതാം. ഇനി അടുത്തത് സൾഫർ ആണ്. സൾഫറിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? ആറ്റോമിക നമ്പർ 16 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8,
6 എന്ന് എഴുതാം. ഇവിടെ നോക്കുക, ഇനി ഇതിൽ എന്താണ് ഒരേ സ്വഭാവം കാണിക്കുന്നവയെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? എങ്ങനെ ഒരേ സ്വഭാവം കാണിക്കുക? എന്തിന്റെ ബേസിലായിരിക്കും? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയവയ്ക്ക് എന്തായിരിക്കും? ഒരേ സ്വഭാവമായിരിക്കും. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ഓക്സിജനും സൾഫറിനും എന്താണ്? ബാഹ്യതമ ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ്, 6 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? 2 ഇലക്ട്രോണെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ സ്റ്റേബിൾ ആകും. അപ്പോൾ എന്താണ്? അവ രണ്ടും ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ സോഡിയത്തിന്റെയും ലിഥിയത്തിന്റെയും കേസിലാണെങ്കിലും എന്താണ്? ബാഹ്യതമ ഷെല്ലില് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരൊറ്റ ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ എന്താവും? അവയും സ്റ്റേബിൾ ആകും. അപ്പോൾ എന്താണ്? അവയും എന്ത് ചെയ്യും? ഒരേ സ്വഭാവം കാണിക്കും. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം, ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കാം. നോക്കുക, ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ഓക്സിജനും സോഡിയവുമാണ്. അത് രണ്ടും ജോഡിയല്ല. അപ്പൊ അത് ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കുക, ബിയും സിയും ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? സോഡിയവും ലിഥിയവുമാണ്. അപ്പൊ നമ്മൾ അതിന്റെ കേസിൽ പറഞ്ഞു രണ്ടിന്റെയും ബാഹ്യതമ ഷെല്ലിൽ എത്രയാണ്? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ എന്താണ്? അതുകൊണ്ട് തന്നെ ഇത് ഒരേ സ്വഭാവം കാണിക്കുന്നു. അപ്പൊ ബിയും സിയും എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇതില് ഒറ്റ ജോഡി മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്? ബിയും സിയും എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആറ്റത്തിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ടെൻഷൻ തോന്നിയാലും ഇതിന്റെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ബി, പിരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. സി, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. ഡി, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. അപ്പൊ എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവന നോക്കാം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണോ ചെയ്യുന്നത്? അല്ല, എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം. അപ്പൊ ആദ്യത്തെ തന്നെ എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി അടുത്തത്, പിരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തത്, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കൂടുവാണോ ചെയ്യുന്നത്? കുറയുവാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് വലിയ ആറ്റത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ മാറ്റാനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ്? സി എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. ഇനി നോക്കുക, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടി വരുന്നു. ഡി എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇതില് തെറ്റായ ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ്? ബിയും സിയുമാണ് തെറ്റ്. ഏതാണ്? ഓപ്ഷൻ സി, ബിയും സിയുമാണ് തെറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡലായിരിക്കും എന്ത് പറയുക, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ്, അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ടൈപ്പിസ്റ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യം. അപ്പൊ ടൈപ്പിസ്റ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ബാച്ചാണ് തൂലിക എന്നുള്ളത്. അതായത് എൻഡയർ ആയിട്ടുള്ള ടൈപ്പിസ്റ്റിന്റെ എല്ലാ സിലബസും കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾ ഈ ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? വേഗം തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മെന്റർഷിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെ എന്ത് തന്നെ ആയാലും ക്ലിയർ ചെയ്യാനുള്ള ലൈവ് സെക്ഷൻസ് ഒക്കെ ഈ കോഴ്സിനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നിങ്ങളെ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കേരള PSCയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കാം ഉദ്യാൻ എന്ന ബാച്ചിലൂടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ആനന്ദ് സാർ നയിക്കുന്ന ബാച്ചാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം +2 ബേസ്ഡ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അതിൽ നിറയെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പം അതൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ലിസ്റ്റിൽ കയറി ജോലിക്ക് കയറാം. അപ്പം അതിനുവേണ്ടി തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികളെ എത്രയും പെട്ടെന്ന് ഉദ്യാൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി താഴെ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് ഉടനെ തന്നെ ബന്ധപ്പെടുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്